തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ജനവാസ മേഖലയിലെത്തി. ഏഴാറ്റുമുഖത്തെ വീട്ടുവളപ്പിലാണ് ആനയെത്തിയത്. നിരവധി വാഴകളും കൃഷിയും ആന നശിപ്പിച്ചു. ആനയെ തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അതിരപ്പള്ളിയിൽ നിന്ന്. സൂരജ്, അതിനെ പിടികൂടി കൂട്ടിലാക്കി ചികിത്സ നൽകുന്നതിനുള്ള വെല്ലുവിളികൾ ഒരു ഭാഗത്ത് തുടരുന്നു. അതിനിടയിൽ ഇങ്ങനെ ബസ് തടയുക, വീട്ടിലേക്കെത്തി കൃഷി നശിപ്പിക്കുക, എന്താണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? നാട്ടുകാരുടെ പ്രതികരണം എന്താണ് സൂരജ്? ടി കെ, ഞാനിപ്പോൾ ഉള്ള ഏഴാറ്റുമുഖം ഭാഗത്താണ് ആനയുള്ളത്. ഏഴാറ്റുമുഖം സ്വദേശി ആൻഡോയുടെ വീട്ടുപറമ്പിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏറെ നേരമായി, അതായത് ഇപ്പോൾ ഒരു 2 മണിക്കൂറോളമായി ആന ഈ പുരയിടത്തിൽ തന്നെ നിലയുറപ്പിച്ച സാഹചര്യമാണ്. ഇവിടെയുള്ള വാഴകളും മറ്റും മറിച്ചിട്ട് ആന അത് കഴിക്കുന്നുമുണ്ട്. കാരണം ഈ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന, പ്രദേശവാസികൾ പറയുന്ന കാര്യം, സാധാരണഗതിയിൽ ഈ ആന എണ്ണപ്പനത്തോട്ടത്തിലാണ് നിലയുറപ്പിക്കാറുള്ളത്. ഈ എണ്ണപ്പന കുത്തിമറിച്ചിട്ട് അത് കഴിക്കുന്നതാണ് ആനയുടെ ഒരു രീതി. പക്ഷേ ഈ മസ്തകത്തിലെ മുറിവ്, ഈ പഴുപ്പ് ഏറി തുടങ്ങിയതോടുകൂടിയാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് അടുത്തിടെ ഇറങ്ങി തുടങ്ങിയതെന്നുള്ളതാണ് പറയുന്നത്. ഈ പലപ്പോഴും ഈ ആനയ്ക്ക് ഈ പനയടക്കം മറിച്ചിടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആന ജനവാസ മേഖലയിലെത്തി ഇത്തരത്തിൽ ഈ വാഴകളും മറ്റും നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ആനയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ ദുർഗന്ധമാണ്. ആനയുടെ മസ്തകത്തിൽ അത്രമാത്രം പഴുപ്പേറിയിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടർമാരും പറയുന്നത്. ആനയെ പിടികൂടി ചികിത്സിക്കുന്നതിനുള്ള നടപടി മറുതലക്കലിൽ നടക്കുന്നുണ്ട്. ആദ്യ കുങ്കിയാനയായിട്ടുള്ള വിക്രമിനെ ഇന്ന് രാവിലെ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേക ഈ ഫയർ ലൈൻ ഉള്ള ഒരു മേഖലയിൽ ആനയെ നിർത്തിയിരിക്കുകയാണ്. ഇത് 2 കുങ്കിയാനകൾ കൂടി ഇന്ന് രാത്രിയും നാളെയുമായി ഇവിടെ എത്തും. 3 ആനകൾ എത്തും. ആനയെ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് മയക്കുവെടി വെച്ച് പിടികൂടി കഴിഞ്ഞാൽ കോടനാട് അഭയാരണ്യത്തിലെ കൂട്ടിലാകും ആനയെ പാർപ്പിക്കുക. കൂട് നിർമ്മിക്കുന്നതിനുള്ള മരങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അഭയാരണ്യത്തിൽ എത്തിക്കും. അതോടുകൂടി കൂടിന്റെ പണിയും ആരംഭിക്കും. ആനയെ പിടികൂടുക, അതായത് പിടികൂടാനുള്ള ദൗത്യം ബുധനാഴ്ചയായിരിക്കും, ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിട്ടായിരിക്കും ആരംഭിക്കുക. ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. ആനയെ തുരത്തുക എന്നൊരു നിലപാടല്ല വനംവകുപ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം ആനയ്ക്ക് ശാരീരിക അവശതകളുണ്ട്. പടക്കമോ മറ്റോ പൊട്ടിച്ച് ആനയെ തുരത്തുകയാണെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ആന പാനിക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആന ഇപ്പോൾ ശാന്തരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ പുരയിടത്തിൽ തന്നെ ആനയെ നിർത്തിയിരിക്കുകയാണ്. ആന തനിയെ ഈ പുഴയിലേക്ക്, അതായത് ചാലക്കുടി പുഴയാണ് ഇതിന് പുറകിലൂടെ ഒഴുകുന്നത്, ചാലക്കുടി പുഴയിലേക്ക് വലിഞ്ഞ് കാട്ടിലേക്ക് പോകും എന്നുള്ളതാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. വനംവകുപ്പിന് പുറമെ പോലീസുണ്ട്. നിരവധി നാട്ടുകാരടക്കം ഈ ആന എത്തിയതറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ അടക്കം ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നു, ആനയെ നിരീക്ഷിക്കുന്നു. ആന ഇപ്പോഴും പുരയിടത്തിൽ തന്നെ തുടരുകയാണ്. ടി കെ. സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.